ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പം ഇടിയപ്പം പൊടിയില്ലേ, അതിൽ നിന്നുള്ള കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കുറച്ചധികം തിളച്ച വെള്ളം ഒഴിച്ച് അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചെടുക്കുന്നുണ്ട്. അതായത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഉഴുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഉഴുന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ 2 മണിക്കൂർ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 അല്ലി ചെറിയ ഉള്ളി കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് മൂന്നും നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. ഞാൻ ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ചിലരിത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. മഷി പോലെ അരച്ചു കൊണ്ടുവന്ന ആ ഒരു ബാറ്റർ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഒരു കട്ട പോലും പാടില്ല. ആ രീതിക്ക് തന്നെ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടേ ഇരിക്കണം. ഇത് കുറച്ചൊന്ന് മിക്സായി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങളുടേതായ ആ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് ഉപ്പ് ചേർക്കേണ്ടത്. അപ്പോൾ എൻ്റെ ടേസ്റ്റിന് ഈ ഒരു ഉപ്പ് എനിക്ക് പാകമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ അത്ര ഇട്ടു. വീണ്ടും നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞത് എടുത്തിട്ട് ഇത് വേവിക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു കുരിശൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റൗ കത്തിച്ച് ഞാൻ അതിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കിവിടെ ചെറിയ ഇഡ്ഡലി തട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് കേട്ടോ ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് വേവുന്ന ടൈമിൽ നമുക്ക് പാൽ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങയുടെ 1-ാം പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇത് 2-ാം പാലാണ് കേട്ടോ. പിന്നെ കുറച്ച് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് 2-ാം പാലുണ്ടല്ലോ, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2-ാം പാല്, അത് അതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ പാല് തയ്യാറാക്കുമ്പോൾ പാലിനൊരു കുറുകിയ ഒരു പരുവം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം. അത് നമുക്ക് പാൽ തയ്യാറാക്കുന്ന ടൈമിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാല് തയ്യാറാക്കാനായിട്ട് പാത്രത്തിലേക്ക് ശർക്കര പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ചൂടായി വരാനായിട്ട് വീണ്ടും കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു അപ്പവും പാലും തയ്യാറാക്കുന്നത്. ഇവിടെ കുറച്ചൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ ഒരു ബാറ്ററാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ വിടാണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിയിട്ടേ ഇരിക്കണം. ഇത് നമ്മുടെ പാലിന് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കിങ്ങനെ ഇളക്കി നോക്കുമ്പോഴേക്കും അറിയാൻ പറ്റും അതിൻ്റെ ഒരു തിക്നെസ്. നമ്മുടെ ഈ കുട്ടികളുടെയൊക്കെ ഒരു കുറുക്കില്ലേ, ആ ഒരു പരുവമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഞാൻ കൈവിടാണ്ട് തന്നെ ഇളക്കി എടുക്കുന്നുണ്ട്. പിന്നെ പാല് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ അപ്പവും പാലും. ഞാൻ വിചാരിച്ചതിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ.